സന്താപങ്ങൾ. കുരിശ് ഒരു വലിയ തത്വശാസ്ത്രം നമ്മോട് പ്രസംഗിക്കുന്നു. നമ്മുടെ ഭൗമിക ജീവിത ലക്ഷ്യം ക്ഷണികമായ സുഖഭോഗങ്ങൾ ആസ്വദിക്കുകയല്ല. പ്രത്യുത നമ്മെ തന്നെ പവിത്രീകരിച്ച് പാരത്രികവും സനാതനവുമായ ജീവിതത്തിനുള്ള കളമൊരുക്കുകയാണ്, അഥവാ ദൈവവുമായുള്ള നിത്യസമാഗമമാണ്. പലരും ജീവിതക്ലേശങ്ങളിൽ ഇതെല്ലാം വിസ്മരിച്ച് വിഘാതധൈര്യരും നിരാശരുമാകാറുണ്ട്. സംഭവം മാനുഷികമായ രീതിയിൽ അസംഭവമെന്നു കരുതുന്ന പലതും ദൈവസഹായം കൊണ്ട് സാധിക്കാറുണ്ട്. ഒരിക്കൽ ഒരു ഇടത്തരം കുടുംബത്തിൽ നടന്ന സംഭവം താഴെ ചേർക്കുന്നു. ആ വീട്ടിലെ പട്ടിയെ ഒരു പേനായ കടിച്ചു. അതോടെ ആ പട്ടിയും പേപ്പട്ടിയായി മാറി. പട്ടിക്ക് പേയിളകി എന്നറിഞ്ഞതോടെ വീട്ടിലുള്ളവരെല്ലാം ഭയവിഹ്വലരായി. ഭ്രാന്തൻ നായ വീട്ടിലും പരിസരത്തും ചുറ്റി നടന്ന് ഭർത്തൃമൃഗങ്ങളെയെല്ലാം കഴിച്ചു. കുടുംബനായകൻ ദൂരെയുള്ള ജോലിസ്ഥലത്താണ്. അയാളുടെ ഭാര്യ ഭയന്ന് വിറച്ച് മുറിക്കുള്ളിൽ കയറി. കുറേ നേരം വീട്ടിലും മുറ്റത്തും ഓടി നടന്ന ശേഷം പട്ടി പുരയിടത്തിലേക്ക് ഇറങ്ങി. ആ വീട്ടിലെ 3-5 വയസ്സുള്ള കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്നു. പേപ്പട്ടി അവരുടെ അടുക്കലേക്ക് ആയാൽ അപകടവും. ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ യാതൊരു മാർഗവുമില്ല. നിമിഷങ്ങൾ മാത്രം. അരുമ കുഞ്ഞുങ്ങളെ ഭ്രാന്തൻ നായി കടിക്കുന്നതും സ്വന്തം അമ്മ നോക്കി നിൽക്കണം. വേദനയും സംഭ്രാന്തിയും കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, തിരുക്കുടുംബത്തിൻ്റെ പാലകനായ മാറിയോസേപ്പെ, എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. പിഞ്ചു കുഞ്ഞുങ്ങളെ കടിക്കുവാൻ വന്ന നായ കുരിച്ചുകൊണ്ട് അവരെ സമീപിച്ചെങ്കിലും ഒരു നിമിഷം അവരുടെ അടുക്കൽ നിന്നും എവിടേക്കോ ഓടിമറിഞ്ഞു. മാറിയോസേപ്പിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ സ്വന്തം മക്കളെ വാരിപ്പുണർന്നു. ജപം. ഭക്തവത്സലനായ മാറിയോസേപ്പെ, അങ്ങു ജീവിതത്തിൽ അനേകം യാതനകൾ അനുഭവിച്ചതിനാൽ ജീവിതക്ലേശങ്ങൾ അനുഭവിക്കുന്നവരോട് അതീവ കാരുണ്യമുള്ളവനാണല്ലോ. ഞങ്ങൾ വിപത്തുകൾ നേരിടുമ്പോൾ വിഗ്രഹധൈര്യരാകാതെ പ്രശാന്തതയോടെ അതിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ട ധൈര്യവും ശക്തിയും നൽകണമേ. വിശുദ്ധി പ്രാപിക്കുവാൻ സഹനം എത്ര ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവയെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക. പ്രിയ പിതാവേ, അങ്ങയുടെ മാതൃക ഞങ്ങൾ സഹനത്തിൽ അനുകരിക്കുവാൻ പരിശ്രമിക്കുന്നതാണ്. ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. മനസ്സുറയമേ അമ്രാനുമേ, പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴെപ്പോഴും. വിശുദ്ധ യൗസേപ്പിനോടുള്ള ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക. ലോകരക്ഷകനായ ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധമേ, വിശുദ്ധ മറിയമേ, വിശുദ്ധ യൗസേപ്പേ, ദാവീദിൻ്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനനിയുടെ ഭർത്താവേ,
പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ, മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിൻ്റെ നാഥനെ, എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പേ, മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പേ, മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പേ, മഹാധീരനായ വിശുദ്ധ ഔസേപ്പേ, അത്യന്തം അനുസരണയുള്ള വിശുദ്ധ ഔസേപ്പേ, മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസേപ്പേ, ക്ഷമയുടെ തർപ്പണമേ, ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത, തൊഴിലാളിയുടെ മാതൃകയെ, കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ, കന്യകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആധാരമേ, നിർഭാഗ്യരുടെ ആശ്വാസമേ, രോഗികളുടെ ആശ്രയമേ, മരണാവസ്ഥയിരിക്കുന്നവരുടെ മധ്യസ്ഥ, പിശാചുക്കളുടെ പരിഭ്രമമേ, തിരുസഭയുടെ പാലക, ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവജമ്പേട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശ്വരാനെ, കർത്താവേ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവജമ്പേട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശ്വരാനെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവജമ്പേട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശ്വരനെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു. തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. സുഹൃതജപം. ദുഃഖിതരുടെ ആലംബമേ, ഞങ്ങളെ സമാശ്വസിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ.